ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മസംഘർഷങ്ങളിൽ ഉഴലുന്നവർക്ക് അഭയമാണ് കുരിശ്. ജീവിതമിങ്ങനെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കപ്പെടുമ്പം ആത്മസംഘർഷങ്ങൾ കൊണ്ട് കൃത്യതയോടുകൂടിയിട്ട് ദിശാബോധങ്ങളോടെ സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പം, തീരുമാനങ്ങളൊക്കെ വ്യക്തതയില്ലാണ്ടായിട്ട് തീരുമ്പം, ചുവടുകളും ഇടറുന്ന അനുഭവങ്ങളുമായിട്ട് ജീവിതമിങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പം കുരിശ് നമുക്ക് ഈ ആത്മസംഘർഷങ്ങളുടെ സംഘർഷഭരിതമായ അനുഭവത്തിൽ കരുത്താണ്. ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗമായും കടബാധ്യതയായും പൂർത്തിയാകാത്ത വീട് നിർമ്മാണങ്ങളായും മക്കളുടെ ആരോഗ്യപരമായ മേഖലയിലൊക്കെ പ്രതികൂലങ്ങൾ അതിശക്തമായിട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴും ആത്മസംഘർഷത്തിൻ്റെ നെരിപ്പോടെണ്ണി കടന്നു പോകുമ്പോഴും ഇങ്ങനെ ബലത്തോടുകൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ പറഞ്ഞത് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചത് കൊണ്ടാണ്. ഒരു സഹോദര വൈദികൻ്റെ വീട്ടിലോട്ട് പോയ കൂടപ്പിറപ്പ് പറഞ്ഞൊരു കഥയുണ്ട്. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കാർന്നോരവിടെ ഇരുന്നു കൊണ്ടൊരു മരക്കഷണത്തിൽ എന്തോ കൊത്തുപണി എടുത്തുകൊണ്ടിരിക്കുക. വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ മനുഷ്യൻ വളരെ വേഗത്തിൽ ആ ചെറിയ മരക്കഷണത്തെ ഒരു കുരിശാക്കി രൂപാന്തരപ്പെടുത്തി കൊടുത്തു. അത്ഭുതത്തോടുകൂടി അത് സ്വീകരിച്ചപ്പം ഇതെങ്ങനെ സാധിച്ചുവെന്ന ചോദ്യത്തിന് ഈ കർണൂര് പറഞ്ഞ മറുപടി, ക്രിസ്തുവിനിണങ്ങാത്തതും കുരിശിന് ചേരാത്തതും ഞാൻ അതിൽ നിന്ന് വെട്ടിമാറ്റുക മാത്രം, ചുരണ്ടി മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആത്മസംഘർഷങ്ങളെ ആരോഗ്യകരമായിട്ട് അതിജീവിക്കാൻ ആവണമെങ്കിൽ നമുക്ക് ഈ കുരിശിനെ സ്നേഹിക്കാം. ഈശോയെ, ആത്മസംഘർഷങ്ങൾ കൊണ്ട് കലുഷിതമായ അവസ്ഥകളിൽ കുരിശ് ഞങ്ങളുടെ ജീവിതത്തിന് കരുത്തായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.